അത് സത്യ. അല്ല, അതിപ്പോൾ ഇവിടെ ആരുടെ പേര് വേണം എഴുതി വെക്കാമല്ലോ. ആരും പറഞ്ഞുകൊണ്ടൊന്നുമില്ലല്ലോ. ആരുടെ പേര് വേണം എഴുതി വെക്കാം. വിജയരുമായിട്ട് ഇത്തരം സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ച നടത്തേണ്ട ഘട്ടമുണ്ടായിട്ടില്ല, ആവശ്യമുണ്ടായിട്ടില്ല. എന്നോടിട്ടത് പറഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ മാസം 19 ജനറൽ ബോഡി യോഗത്തിൽ അങ്ങനെ പങ്കെടുത്തിരുന്നു. പല കാര്യങ്ങൾ ചർച്ച ചെയ്തു യോഗത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യം പറയണ്ടേ? യോഗത്തിൽ പരസ്യമായി വേണം പറയാലോ. ഞങ്ങളെ യോഗത്തിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരസ്യമായി ഉന്നയിക്കാം, ഒരു കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും. ഒരു കാര്യത്തെപ്പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 3 വർഷമായിട്ടുള്ളൂ DCC പ്രസിഡൻ്റായിട്ട്. അതിനു മുമ്പ് ഒരു 12 വർഷം ഞാൻ DCC പ്രസിഡൻ്റായിരുന്നു. അതിവരാരും ഭാരവാഹികളല്ല. ആ കാലഘട്ടത്തിൽ എന്നെപ്പറ്റി ഒരു ആരോപണവും ഒരു പൈസ വാങ്ങിയതായിട്ട് ആരും പറഞ്ഞിട്ടില്ല, ഒരു ആരോപണം വന്നിട്ടില്ല. ഈ 3 വർഷത്തിന് ശേഷം ഒരാരോപണം പുതുതായിട്ട് ഇപ്പോൾ കെട്ടിച്ചമയ്ക്കാനോ ഉണ്ടാക്കാനോ എന്താ കാരണം എനിക്കറിയില്ല. 3 DC പ്രസിഡന്റുമാർക്കെതിരെ കൂടിയാ. അത് കഴിഞ്ഞ കാലങ്ങളിലാണ്, ഞാനല്ലത്. അതുമായിട്ടൊരു ബന്ധമില്ല എനിക്ക്. എനിക്കറിയാൻ പാടില്ല. അറിയാത്ത കാര്യത്തിൽ ഞാൻ എങ്ങനെ മറുപടി പറയുക? നേരത്തെ ചോദിച്ച മാതിരി ആരോ സ്ഥലം എഴുതി കൊടുത്തെന്നോ എന്തോ എഴുതി കൊടുത്തൊക്കെ പറഞ്ഞില്ലേ. ഞാൻ വാങ്ങാത്ത കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുമോ? ആളെ ഏതാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടില്ല. വ്യക്തമായ ഞാൻ പറയാം. എൻ്റെ അയൽവാസികൾ ആരും ചാക്കോമാരും അവിടെ ഇല്ല. ഏതെങ്കിലും ചാക്കോയിൽ പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചാക്കോട് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കാം. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ DCC നേതൃത്വത്തിനെതിരെ ഒപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത്. ഈ പശ്ചാത്തലത്തിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അക്കാര്യത്തിൽ മറുപടി പറയുകയായിരുന്നു. ഒന്നും അറിയില്ല എന്നുള്ള മറുപടിയാണ് DCC നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാവുന്നത്.